അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുന്ന 6 വിഭാഗം ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരു മനുഷ്യന് ലോകത്തിലെ ഏത് ശിക്ഷയും സഹിക്കാനാകും, പക്ഷേ അള്ളാഹുവിൻ്റെ ശാപം ലഭിക്കുക എന്നത് അത്യന്തം ഭയാനകമായ അവസ്ഥയാണ്. കാരണം അള്ളാഹുവിൻ്റെ ശാപം എന്നത് അവൻ്റെ കരുണയിൽ നിന്ന് അകറ്റപ്പെടുക എന്നുള്ള ഒരു ഭയാനകമായ കാര്യമാണ്. നാം ഈ ലോകത്ത് ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടാണ്. ആ റഹ്മത്ത് നഷ്ടപ്പെട്ടാൽ ജീവിതത്തിൽ സമാധാനവും പരലോകത്ത് രക്ഷയും ഇല്ലാതാകും. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്നത് അള്ളാഹുവും അവൻ്റെ റസൂലും ശക്തമായി ശപിച്ച ചില ആളുകളെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മറ്റുള്ളവരെ മാത്രം ചിന്തിക്കാതെ ഇതിൽ ഞാൻ ഉൾപ്പെടുന്നുണ്ടോ എന്ന് ഓരോരുത്തരും സ്വയം പരിശോധിക്കണം. ഒന്നാമത്തെ വിഭാഗം കൈക്കൂലി വാങ്ങുന്നവരും കൊടുക്കുന്നവരും. കൈക്കൂലി ഇന്ന് സമൂഹത്തിൽ സാധാരണമായ കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജോലി കിട്ടണമെങ്കിൽ, ഒരു ഫയല് മുന്നോട്ട് നീങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ അർഹതയില്ലാത്ത ഒരു കാര്യം, ഒരു സ്വത്ത് സ്വന്തമാക്കാൻ മനുഷ്യർ കൈക്കൂലി കൊടുക്കുകയും അത് വാങ്ങുകയും ചെയ്യുന്നു. പക്ഷേ ഇസ്ലാം അതിനെ വളരെ ഗുരുതരമായ കുറ്റമായി കാണുകയാണ് ചെയ്യുന്നത്. പ്രവാചകൻ പറഞ്ഞു, കൈക്കൂലി വാങ്ങുന്നവനെയും കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. കാരണം കൈക്കൂലി നീതിയെ നശിപ്പിക്കുന്നു, അർഹതയുള്ളവനെ പിന്നോട്ട് തള്ളുന്നു, സമൂഹത്തിൽ അനീതിയും അഴിമതിയും വളർത്തുകയും ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ വിഭാഗം പലിശ വാങ്ങുന്നവരും കൊടുക്കുന്നവരുമാണ്. ഇന്ന് ലോകം മുഴുവൻ പലിശയുടെ അടിമയായി മാറിയിരിക്കുന്നു. പലിശ എന്നത് പണം കൊണ്ടുള്ള ഒരു ചൂഷണമാണ്. ഇസ്ലാം പലിശയെ സാധാരണ ഒരു പാപമായി കണ്ടിട്ടേയില്ല. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, പലിശ ഉപേക്ഷിക്കാത്തവർ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും യുദ്ധം പ്രഖ്യാപിച്ചവരാണ് എന്ന്. പ്രവാചകൻ ശപിച്ചത് പലിശ വാങ്ങുന്നവനെ മാത്രമല്ല, പലിശ കൊടുക്കുന്നവനെയും അത് എഴുതുന്നവനെയും അതിന് സാക്ഷി നിൽക്കുന്നവരെയും എല്ലാവരെയും ഒരുപോലെയാണ് ശപിച്ചത്. ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹലാൽ ഉപജീവനം കുറവാണെങ്കിലും അതിൽ ബറക്കത്തുണ്ടാകും. എന്നാൽ ഹറാമായ വഴിയിലൂടെ ഉണ്ടാക്കുന്ന സമ്പത്ത് ജീവിതത്തെ നശിപ്പിക്കുമെന്ന്. ഇനി മൂന്നാമത്തെ വിഭാഗം കുടുംബബന്ധം മുറിക്കുന്നവരാണ്. ഇന്ന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാരണം സഹോദരങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത അവസ്ഥ, മാതാപിതാക്കളെ അവഗണിക്കുന്ന അവസ്ഥ, ബന്ധുക്കളെ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. പക്ഷേ കുടുംബബന്ധം നിലനിർത്തുക എന്നത് ഇസ്ലാമിൽ വലിയ ഇബാദത്താണ്. ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, കുടുംബബന്ധം മുറിക്കുന്നവർ അവൻ്റെ ശാപത്തിന് ഇരയാകുമെന്ന്. ചിലർ വർഷങ്ങളോളം ബന്ധുക്കളോട് സംസാരിക്കാതെ ജീവിക്കുന്നവരുണ്ട്. ഒരു കാര്യം ഓർക്കുക, ബന്ധം ചേർക്കുന്നവനാണ് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടവൻ. ഇനി നാലാമത്തെ വിഭാഗം വേഷപ്പകർച്ചയാണ്. പുരുഷന്മാർ സ്ത്രീകളെപ്പോലെയും സ്ത്രീകൾ പുരുഷന്മാരെ പോലെയും അനുകരിക്കുന്നത് ഇന്ന് ഫാഷൻ എന്ന പേരിൽ വ്യാപകമാവുകയാണ്. അള്ളാഹു ഓരോരുത്തരെയും പ്രത്യേകം സ്വഭാവത്തോടെയും വ്യക്തിത്വത്തോടെയുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളെ അനുകരിക്കുന്ന പുരുഷന്മാരെയും പുരുഷന്മാരെ അനുകരിക്കുന്ന സ്ത്രീകളെയും ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. ഇനി അഞ്ചാമത്തെ വിഭാഗം ശരീരത്തിൽ സ്ഥിരമായ മാറ്റങ്ങൾ വരുത്തുന്നവരാണ്. അള്ളാഹു നൽകിയ ശാരീരിക സൗന്ദര്യത്തിൽ അസന്തോഷം തോന്നി സ്ഥിരമായ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്ന ആളുകൾ. ഇസ്ലാമിൽ വിലക്കപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഈ കാര്യം. പച്ചകുത്തല്, പുരികം നേർപ്പിക്കൽ, സൗന്ദര്യത്തിനായി ശരീരരൂപം മാറ്റം വരുത്തൽ, ഇവയെല്ലാം ഹദീസുകളിൽ ശക്തമായി നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയെ മാറ്റാനുള്ള ഒരു ശ്രമമാണ്. എന്നാൽ ചികിത്സാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിന് കുറ്റമില്ല. ഇനി ആറാമത്തെ വിഭാഗം മദ്യവുമായി ബന്ധപ്പെടുന്നവരാണ്. മദ്യം എല്ലാ തിന്മകളുടെയും മാതാവാണ്. മദ്യം കുടിക്കുന്നവനെ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ ശൃംഖലയെയും ഇസ്ലാം ശപിച്ചിരിക്കുന്നു. മദ്യം നിർമ്മിക്കുന്നവൻ, അത് കൊണ്ടുപോകുന്നവൻ, അത് വിൽക്കുന്നവൻ, അത് വാങ്ങുന്നവൻ, അത് വിളമ്പുന്നവൻ, അതിൻ്റെ ലാഭം ഉപയോഗിക്കുന്നവൻ, ഇങ്ങനെ 10 വിഭാഗം ആളുകളെ പ്രവാചകൻ ശപിച്ചിരിക്കുന്നു എന്ന് ഹദീസിൽ കാണാം. കാരണം മദ്യം മനുഷ്യൻ്റെ ബുദ്ധിയെ നശിപ്പിക്കുന്നുണ്ട്, കുടുംബങ്ങളെ തകർക്കുന്നുണ്ട്, സമൂഹത്തെ നരകമാക്കി മാറ്റുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് പറഞ്ഞ ഈ 6 കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ സാധാരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരു വിശ്വാസി എപ്പോഴും ചിന്തിക്കേണ്ടത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതാണ്. നാം പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ട കാര്യവുമില്ല. അള്ളാഹുവിൻ്റെ കരുണ വളരെ വിശാലമാണ്. ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു എല്ലാം പൊറുക്കുന്നവനാണ്.
അള്ളാഹുവിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെയും നമ്മുടെ കുടുംബത്തെയും അവൻ കാത്തുരക്ഷിക്കട്ടെ. ഹറാമുകളിൽ നിന്ന് അകന്ന് ഹലാലായ ജീവിതം നയിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.